ശുക്രൻ. അപ്പൊ സാധാരണ പറയും ശുക്രൻ അടിച്ചടാ എന്നൊക്കെ പറയുന്നത് ആ ശുക്രനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശുക്രനാണോ ഈ ശുക്രൻ? അറബിയില് ശുക്രൻ എന്ന് വെച്ചാൽ ശുക്രൻ നന്ദി. അത് ആ ശുക്രനാണോ? ആ ശുക്രനല്ല, പടം കണ്ടാലാണ് ഞങ്ങൾക്ക് ശുക്രൻ. അതായത് പ്രേക്ഷകരോടുള്ള നന്ദി. പടം കണ്ട അറബി, ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ശുക്രൻ. രണ്ടുണ്ട്. അത് ശരി. ശുക്രൻ ഫാക്ടർ ഉണ്ട്, അത് ആർക്ക് അടിക്കും എന്നുള്ളതാണ്. അപ്പൊ ചന്തു നമസ്കാരം സർ, വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. താങ്ക് യു സോ അപ്പൊ എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? ഫാമിലി കമേഴ്ഷ്യൽ റൊമാൻറ്റിക് എന്റർടൈനറാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് തമാശ ഒരു സിനിമയാണെന്നാണ് എനിക്ക് ആദ്യം വിചാരിക്കുന്നത്. പക്ഷെ തമാശ കുറച്ചുണ്ട്, ഇമോഷൻ ഉണ്ട്, ഡ്രാമയുണ്ട്, റൊമാൻസ് ഉണ്ട്, പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം ചെയ്യുന്ന ഒരു അബ്സല്യൂട്ട് കൊമേഴ്ഷ്യൽ പാക്കേജ് ആണ്. അതെ. പിന്നെ ധൈര്യമായിട്ട് ഫാമിലി എല്ലാവർക്കും, കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോയിരുന്ന് ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. അത് നമുക്ക് ഈറി ആയിട്ട് നമ്മളെ ടേക്കൺ ബാക്ക് എന്ന് പറയുന്ന ഒന്നും ഈ സിനിമയിൽ ഇല്ല. അത് ഉബൈനിയാണ് സംവിധാനം, രാഹുൽ കല്യാണാണ് ഇതിന്റെ രചന. ഷൈൻ ടോം ചാക്കോ, നസീർ, കോട്ടയം നസീർ ഉണ്ട് അല്ലേ? ഒരുപാട് ടിനി ടോം, ഒരുപാട് അസീസിക്ക. പിന്നെ ആദ്യ പ്രസാദ്, അത് പറയാതെ പോരുത്. തമിഴ്നാടിന്റെ രോമാഞ്ചം ആദ്യ പ്രസാദ് മലയാളത്തിലേക്ക് അവതരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരാൾ വന്നിട്ട് മിണ്ടാതെ ഒന്നും പറയുന്നില്ല. സംസാരിച്ച് കഴിയുമ്പോ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങിയാ പിന്നെ നിർത്തൂല. പിന്നെ എന്റെ പേര് ആദ്യ പ്രസാദ്. സോ കുറെ നാളിന് ശേഷം മലയാളത്തിൽ നായികയായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. എങ്ങനെയുണ്ട് ശുക്രൻ മൂവി എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, നല്ലൊരു ഫാമിലി ത്രില്ലർ, പിന്നെ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ, കുറച്ച് തമാശ, നല്ല പാട്ടുകള്, നല്ല ആക്ഷൻ, നല്ല ത്രില്ലർ, ഫ്രണ്ട്ഷിപ്പ്, ലവ്, എല്ലാത്തിനും പ്രാധാന്യമുള്ള കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ശുക്രൻ.